മേടമാസം 10-ാം തീയതി എന്ന് പറയണേ ദിവസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശിവക്ഷേത്രത്തിലുള്ള ദർശനങ്ങൾ, സൂര്യഭഗവാന്റെ ദർശനങ്ങൾ, സൂര്യദേവൻ്റെതായി നിൽക്കുന്ന നാമജപാദികൾ, സൂര്യദേവന്റെ ഗായത്രികൾ ജപിക്കുക, ഇതൊക്കെ വളരെ വളരെ നല്ലതാണ്. കാരണം 15 ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. ഈ 10-ാം ഉദയം എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുമെങ്കിൽ അന്ന് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശിവന് ധാര, കരിക്കഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സൂര്യക്ഷേത്രങ്ങളിൽ ചുമന്ന പൂക്കൾ സമർപ്പിച്ച് സൂര്യദേവനെ തൊഴുക, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ ഒന്നും പറ്റിയില്ലെങ്കിൽ മുറ്റത്ത് നിന്ന് സൂര്യഭഗവാനെ തൊഴുതാൽ പോലും അതിൻ്റെ ഫലം വത്തത്. സർവ്വപാപങ്ങളുടെയും സർവ്വശാപങ്ങളുടെയും ദുരിതങ്ങളുടെയും മോചനത്തിന് ഈ മേടം 10 ദേവക്ഷേത്രം, ദേവീക്ഷേത്രമാണെങ്കിലും ദേവന്മാരുടെ ക്ഷേത്രങ്ങളാണെങ്കിലും ദർശനം കൊണ്ട് പുണ്യമാകുന്നു. മേടമാസത്തിലെ 10-ലെ ക്ഷേത്ര ദർശനം കൊണ്ട് പൊതുവെ നമുക്കുണ്ടാകുന്ന ദുരിത വിഷയങ്ങൾക്ക് നമുക്കൊരു മോചനം കിട്ടുന്നു. മേടമാസം 10-ന് പ്രതിഷ്ഠ കഴിക്കുന്ന ഒത്തിരി അമ്പലങ്ങളുണ്ട്. അതൊക്കെ ഉത്തരോത്തര അഭിവൃദ്ധിയാണ് ആ പ്രതിഷ്ഠ കഴിക്കുന്ന ദിവസങ്ങൾ. കാരണം വെച്ചാൽ അമ്പലത്തിലൊക്കെ ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു. അന്ന് കലശാദികൾ, കലശങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസവും മേടമാസം 10-ആണ്. ഈ 10-ാം ഉദയം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. ആ 10-ാം ഉദയത്തിന്റെ നാടുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് സൂര്യന്റെയും ശിവന്റെയും അമ്പലം കിട്ടിയില്ല എങ്കിൽ പോലും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പ്രാർത്ഥനാദികൾ ചെയ്യുക, നമഃശിവായ ധാരാളം ജപിക്കുക, സൂര്യഗായത്രി മന്ത്രം ജപിക്കുക, സൂര്യന്റെ നാമങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നവഗ്രഹ പ്രീതിക്ക് വളരെ നല്ലതാണ്. കുലദേവതാ ദർശനത്തിന് പറ്റിയത്, പരദേവതാ ദർശനത്തിന് പറ്റിയ ദിവസങ്ങളൊക്കെയാണ് മേടമാസം 10. നമ്മുടെ കുലദേവതയെ പോയി തൊഴുക, നമ്മുടെ പരദേവതയെ പോയി തൊഴുക, മൂലജന്മത്ത് പോവുക, അങ്ങനെ പറയുന്ന ഇതര വിഭാഗത്തിലുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. സർപ്പത്തിനെ പ്രാർത്ഥിക്കുന്നതും സർപ്പദോഷങ്ങളുടെയും രാഹുർദശാ ദോഷങ്ങൾക്കും വരാൻ പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടമാണ് മേടമാസം 10.